everyone, welcome to Bosco Campus Vision. I am Amrita TS, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. We are continuing with the 18th lecture of Company Administration. Here in this session, I am dealing with the Alteration of Memorandum of Association. Section 13, subsection 1 of Companies Act 2013 is dealing with the details regarding alteration of Memorandum of Association. Memorandum of Association of any company is a legal document that consists fundamental information required for the incorporation of the company. It is also called the charter of the company. Companies may need to bring changes in the clauses of the company for which alteration of Memorandum of Association is required. The Memorandum of Association of a company outlines the company's name, the physical address of registered office, name of shareholders, and distribution of shares. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലീഗൽ ഡോക്യുമെൻ്റ് ആണ്. ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഫണ്ടമെൻ്റൽ ഇൻഫർമേഷൻസും നമ്മൾ അതിനകത്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ മാൻഡേറ്ററി ആയിട്ട് ഫയൽ ചെയ്യേണ്ട ഒരു ഡോക്യുമെൻ്റ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. അപ്പോൾ അതിൻ്റെ മാൻഡേറ്ററി ക്ലോസസ് ഉണ്ടല്ലോ, അതായത് നെയിം ക്ലോസ് ആയിക്കോട്ടെ, രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് ആയിക്കോട്ടെ, ലയബിലിറ്റി ക്ലോസ് ആയിക്കോട്ടെ, ക്യാപിറ്റൽ ക്ലോസ് ആയിക്കോട്ടെ, അസോസിയേഷൻ ക്ലോസ് ആയിക്കോട്ടെ, അതിൻ്റെ മാൻഡേറ്ററി ക്ലോസസിനകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ കമ്പനിയുടെ പേരൊന്ന് മാറ്റണം, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ലയബിലിറ്റി, മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി ഒന്ന് ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ക്യാപിറ്റൽ നമുക്ക് കുറച്ചുകൂടെ കൂട്ടണം അല്ലെങ്കിൽ കുറയ്ക്കണം. അപ്പോൾ മാൻഡേറ്ററി ആയിട്ടുള്ള ക്ലോസസിനകത്ത് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തണം, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് ഒന്ന് മാറ്റണം. ഈ പറയുന്ന എന്തെങ്കിലും ചേഞ്ചസ് നമുക്ക് വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ചേഞ്ച് ചെയ്യണം. ഓൾട്ടറേഷൻ ഓഫ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഇസ് റിക്വയർഡ്. അപ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന ലീഗൽ ഡോക്യുമെൻറ്റ്, ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലീഗൽ ഡോക്യുമെൻറ്റിൻ്റെ അകത്ത് നമ്മൾ ചേഞ്ച് വരുത്തുന്നതെന്നാണ് ഈ സെഷനിൽ നമ്മൾ പഠിക്കുന്നത്. Section 4 of the Companies Act defines about the Memorandum of Association. And here we are going to discuss once more about the various clauses or various mandatory clauses of the Memorandum of Association. First one is name clause. The name clause of the memorandum defines that the name of the company must be unique, authentic, and legal. The name of the company must be different from those names which are already registered with a similar name. The name availability of the companies can be checked on the MCA portal for verification. Any such changes in the name clause require alteration in Memorandum of Association. കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 4 മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം ഏതൊക്കെയാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലെ മാൻഡേറ്ററി ക്ലോസസ് എന്ന്. ഒന്നാമത്തത് നെയിം ക്ലോസ് ആണ്. നെയിം ക്ലോസിൽ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ പേര് എപ്പോഴും യുണീക്ക് ആയിരിക്കണം, ഓതൻറ്റിക് ആയിരിക്കണം, അതുപോലെ ലീഗൽ ആയിരിക്കണം. യുണീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വ്യത്യസ്തം, മറ്റ് കമ്പനീസിനൊന്നും ഉണ്ടായിരിക്കാൻ പാടില്ല. ഓതൻറ്റിക് എന്ന് പറഞ്ഞാലോ നമ്മൾ മറ്റേതെങ്കിലും കമ്പനിയുടെ നിന്ന് കോപ്പി ചെയ്യുകയോ അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യാനോ പാടില്ല. അതുപോലെ ലീഗലായിരിക്കണം, അതായത് പ്രിവെൻഷൻ ഓഫ് ഇംപ്രോപ്പർ യൂസ് ആക്ട് 1950 പ്രകാരം നമുക്ക് കുറച്ച് എംബ്ലംസും കുറച്ച് നെയിംസും പ്രിവെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് കമ്പനീസിൻ്റെ പേരിൻ്റെ കൂടെ ഈ പറയുന്ന പേരുകളോ എംബ്ലംസോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള പേരുകളോ അല്ലെങ്കിൽ എംബ്ലംസോ ഒന്നും ആയിരിക്കരുത്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മുടെ കമ്പനിയുടെ പേര് എങ്ങനെയായിരിക്കണം? യുണീക്ക് ആയിരിക്കണം, ഓതൻറ്റിക് ആയിരിക്കണം, അതുപോലെ ലീഗലായിരിക്കണം. പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്ന വേർഡ്സോ അല്ലെങ്കിൽ നെയിംസോ ഒന്നും യൂസ് ചെയ്യരുത്. വ്യത്യസ്തമായിരിക്കണം, മറ്റ് കമ്പനീസിൻ്റെ പേര് നമ്മൾ കോപ്പി ചെയ്യാനോ ഇമിറ്റേറ്റ് ചെയ്യാനോ ഒന്നും പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ പേരെന്ന് പറയുന്നത് ഇതിനു മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും കമ്പനിയുടെ പേരുമായിട്ട് ഫെമിലിയാരിറ്റി ഉള്ളതായിരിക്കരുത്. അതുമായിട്ട് എന്തെങ്കിലും മാച്ച് ഉണ്ടെങ്കിൽ നമ്മൾ അത് ഉടനെ ചേഞ്ച് ചെയ്യണം. ഇനി നമുക്ക് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനീസിൻ്റെ പേരുകൾ അറിയണമെങ്കിൽ, അതായത് നമ്മുടെ കമ്പനിയുടെ പേരിടുമ്പോഴത്തേക്ക് നമ്മുടെ കമ്പനിയുടെ പേര് അവൈലബിൾ ആണോ, മറ്റേതെങ്കിലും കമ്പനീസ് ഈ പേര് സെലക്ട് ചെയ്തിട്ടുണ്ടോ
എന്നറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് MCA പോർട്ടലിൽ ചെക്ക് ചെയ്താൽ മതി. MCA എന്ന് പറയുമ്പോഴത്തേക്കും മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, നമ്മുടെ കമ്പനീസ് ആക്റ്റും ഈ പറയുന്ന റെഗുലേഷൻസും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആണ്. അപ്പം MCA പോർട്ടലിൽ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പേര് അവൈലബിൾ ആണോ അതോ മറ്റേതെങ്കിലും കമ്പനീസ് ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ച് നമ്മുടെ നെയിം ക്ലോസിനകത്ത് വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഓൾട്ടർ ചെയ്തിരിക്കണം. Next is Registered Office Clause. The Registered Office Clause comprises of all the details of the registered office of the company. It has the name of the state or union territory of the office location, which may or may not contain the exact address of the office. It includes the name of the state and union territory of the registered office. After the incorporation of the company, within 15 days, you need to specify the exact location of the office and also verify the office address within 30 days from the incorporation of the company. Any such change in the location requires alteration in the Registered Office Clause of the Memorandum of Association. അടുത്ത് നമ്മുടെ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്താണ് രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസിനകത്ത് വരേണ്ടത്. അതായത് നമ്മുടെ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെ സിറ്റുവേറ്റ് ചെയ്യുന്നു എന്നുള്ള ഡീറ്റെയിൽസ് ആണ്. അതിൽ പ്രധാനമായിട്ട് വരേണ്ടത് നമ്മൾ ഏത് സ്റ്റേറ്റിലാണ് അല്ലെങ്കിൽ ഏത് യൂണിയൻ ടെറിട്ടറിയിലാണ് നമ്മുടെ രജിസ്റ്റേർഡ് ഓഫീസ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാക്റ്റ് അഡ്രസ്സ് അതിനകത്ത് സ്പെസിഫൈ ചെയ്തില്ലെങ്കിലും നമ്മൾ ഏത് നെയിം ഓഫ് ദി സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി, നമ്മുടെ രജിസ്റ്റേർഡ് ഓഫീസ് സിറ്റുവേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണ്, യൂണിയൻ ടെറിട്ടറി ഏതാണെന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ കമ്പനി രജിസ്റ്റർ ചെയ്ത് 15 ദിവസത്തിനുള്ളിൽ വെച്ച് നമ്മൾ എക്സാക്റ്റ് ലൊക്കേഷൻ, നമ്മുടെ രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്യണം. 30 ദിവസം, അതായത് രജിസ്ട്രേഷൻ കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ വെച്ച് അതിൻ്റെ വെരിഫിക്കേഷനും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. എന്തെങ്കിലും ഒരു ചേഞ്ച് നമുക്ക് ഈ പറയുന്ന ലൊക്കേഷനകത്ത് വരുത്തണം, അതായത് നമ്മുടെ സിറ്റി രജിസ്റ്റേർഡ് ഓഫീസ് നമുക്ക് വേറൊരു സിറ്റിയിലോട്ട് മാറ്റണം, അല്ലെങ്കിൽ നമുക്ക് വേറൊരു സ്റ്റേറ്റിലോട്ട് മാറ്റണം, എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഓൾട്ടർ ചെയ്തേ പറ്റൂ. അതിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. Next is objective clause. This clause defines the object for which the proposed company is going to be incorporated, which means the purpose for which the company is being established. Any changes in the objective of the company require alteration in the objects clause of the Memorandum of Association. അടുത്തത് ഒബ്ജക്റ്റീവ് ക്ലോസ് ആണ്. എന്ത് ഒബ്ജക്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കമ്പനി രജിസ്റ്റർ ചെയ്തത്, അല്ലെങ്കിൽ ഈ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ്, എന്ത് ബിസിനസ് ആക്ടിവിറ്റി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമുക്ക് ആക്ടിവിറ്റീസ് അതിനകത്ത് മെൻഷൻ ചെയ്യാത്ത എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യണം, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഒന്ന് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് ക്ലോസ് ചേഞ്ച് ചെയ്തേ പറ്റൂ. നമ്മൾ ഓൾറെഡി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റി കുറേ കൂടി എക്സ്പാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് ആ ഒബ്ജക്റ്റീവിനകത്ത് വരുത്തണം എന്നുണ്ടെങ്കിൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ നമ്മൾ ഓൾട്ടർ ചെയ്തേ പറ്റൂ. നെക്സ്റ്റ് ഇസ് ലയബിലിറ്റി ക്ലോസ്. This clause defines the extent to which the shareholders are liable to pay off the debt obligations during the discontinuation of the company. ലയബിലിറ്റി ക്ലോസിനകത്ത് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സിന് ഈ കമ്പനി ഡിസ്കണ്ടിന്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലിക്വിഡേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എത്രത്തോളം ബാധ്യത അവർക്കുണ്ട്, എത്രത്തോളം ലയബിലിറ്റി അവർക്കുണ്ട്, എത്രത്തോളം രൂപ അവർ കമ്പനിക്ക് ഇനിയും പേ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്തിരിക്കുന്നത് ലയബിലിറ്റി ക്ലോസിലായിരിക്കും. Next is capital clause. This clause includes the company's authorized capital with which the company is registered. Capital clause specifies the number of shares of each kind and the face value of each share. ഇത് ക്യാപിറ്റൽ ക്ലോസ് ആണ്. നമ്മുടെ കമ്പനിയുടെ ക്യാപിറ്റലിനെ കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്നത് ക്യാപിറ്റൽ ക്ലോസിലായിരിക്കും. പ്രധാനമായിട്ടും അതിനകത്ത് വരേണ്ടത് നമ്മുടെ കമ്പനിയുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്രയാണ്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്പനിക്ക് പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്ത് കളക്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ആണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പം ക്യാപിറ്റൽ ക്ലോസിനകത്തൊരു കമ്പനിയുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ വരണം. അതുപോലെ തന്നെ ഈ പറയുന്ന ഓതറൈസ്ഡ് ക്യാപിറ്റലിനെ എത്ര നമ്പർ ഓഫ് ഷെയർസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, നമ്പർ ഓഫ് ഷെയർസ് അത് ഏതൊക്കെ ടൈപ്പാണ്, ഇക്വിറ്റി ആണോ, പ്രിഫറൻസ് ആണോ, ഏത് ടൈപ്പ് ഓഫ് ഷെയർ ആണ്, അതുപോലെ തന്നെ ഒരു ഷെയറിൻ്റെ ഫേസ് വാല്യൂ എത്രയാണ് എന്നുള്ള കാര്യങ്ങളാണ് ക്യാപിറ്റൽ ക്ലോസിനകത്ത് വരേണ്ടത്.
Alteration of Memorandum of Association. The Memorandum of Association is a very important document of a company. It cannot be altered by the will of the members of the company. It can be altered only by following the procedures as prescribed in the Companies Act. It will be noted that the right of the company to alter its memorandum is strictly limited to the provisions of the Companies Act. ഇപ്പോൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ നമുക്ക് ഏതെങ്കിലും ഒരു ക്ലോസസിൽ എന്തെങ്കിലും തിരുത്തൽ വരുത്തണം എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 13 സബ്സെക്ഷൻ 1 അതായത് ഒരു കമ്പനിയുടെ മെമ്പേഴ്സിൻ്റെ ഇഷ്ടപ്രകാരം നമുക്ക് ഒരിക്കലും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഓൾട്ടർ ചെയ്യാൻ പറ്റത്തില്ല. അതെന്ന് പറയുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റാണ്. അപ്പം കാര്യമായിട്ടുള്ള കാരണങ്ങളില്ലാതെ നമുക്ക് ഒരിക്കലും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഓൾട്ടർ ചെയ്യാൻ പറ്റത്തില്ല. ഇനി അഥവാ എന്തെങ്കിലും ഓൾട്ടറേഷൻ ആവശ്യമാണെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരു ക്ലോസസിൽ നമുക്ക് ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ കമ്പനീസ് ആക്റ്റിൽ അതിന് കുറച്ച് പ്രിസ്ക്രൈബ്ഡ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് ഫോളോ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഓൾട്ടർ ചെയ്യാൻ പറ്റത്തുള്ളൂ. The procedure of alteration of various clauses of the memorandum may be discussed under the following heads. Alteration in the name clause of memorandum. If the company itself wants to change its name, then this alteration in the name clause of memorandum will come under clause section 13. Whereas for any kind of rectification in the name of the company, then the alteration will come under clause section 16, which requires approval from the central government. A company can change its name at any time by any of the following procedure. First one is by passing a special resolution. Second one is by obtaining the approval of the central government. In case a company has been registered with a name which resembles a name of an existing company, the central government may ask it to change its name. In such case, ordinary resolution is sufficient and obtain a previous approval from the central government in writing. നെയിം ക്ലോസിനകത്ത് നമ്മൾ എങ്ങനെയാണ് ചേഞ്ച് വരുത്തുന്നത്? ഇപ്പോൾ അഥവാ നമ്മുടെ കമ്പനിയുടെ പേരൊന്ന് മാറ്റണം, അല്ലെങ്കിൽ കമ്പനിയുടെ പേരിനകത്ത് എന്തെങ്കിലും കറക്ഷൻസ് അല്ലെങ്കിൽ റെക്ടിഫിക്കേഷൻസ് വരുത്തണം. അങ്ങനെയാണെങ്കിൽ അത് എന്ത് പ്രൊസീജിയറിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്? ഇപ്പോൾ കമ്പനീസ് ആക്ടിൻ്റെ പ്രൊവിഷൻസ് അനുസരിച്ച് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, പേര് ചേഞ്ച് ചെയ്യാൻ പറ്റൂ. ഇപ്പം നമ്മുടെ പേര് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് സെക്ഷൻ 13 ഓഫ് കമ്പനീസ് ആക്ട് 2013 പ്രൊവിഷൻസ് ആണ്. എന്നാൽ പേര് നമ്മൾ കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും റെക്ടിഫിക്കേഷൻസ് വരുത്തണം എന്നുണ്ടെങ്കിൽ സെക്ഷൻ 16 ഓഫ് കമ്പനീസ് ആക്ട് 2013 പ്രൊവിഷൻസ് ആണ്. അപ്പോൾ ഒരു കമ്പനിയുടെ പേര് നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2 പ്രൊസീജിയേഴ്സാണ് ഫോളോ ചെയ്യേണ്ടത്. ഒന്നാമത്തത് ബൈ പാസിങ് എ സ്പെഷ്യൽ റെസല്യൂഷൻ, രണ്ടാമത്തത് ബൈ ഒബ്റ്റെയിനിങ് ദി അപ്രൂവൽ ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ ഒന്നാമത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ റെസല്യൂഷൻ പാസ്സാക്കുക. അതായത് കമ്പനിയുടെ ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിക്കുമ്പോഴത്തേക്കും 75% ആളുകൾക്ക് കമ്പനിയുടെ പേര് മാറ്റാനായിട്ട് സമ്മതമാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന തീരുമാനത്തോട് യോജിപ്പുണ്ടെങ്കിൽ, ഇപ്പോൾ 75% ആളുകൾ നമ്മുടെ ഈ തീരുമാനത്തോട് അനുകൂലിച്ച് വോട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് പറയാം ഒരു സ്പെഷ്യൽ റെസല്യൂഷൻ പാസ്സാക്കി എന്ന് പറയാം. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മൾ പേര് ചേഞ്ച് ചെയ്യുന്നതിന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വാങ്ങിച്ചിരിക്കണം. ചില സാഹചര്യത്തിൽ നമ്മൾ കമ്പനിക്ക് വേണ്ടി സെലക്ട് ചെയ്ത പേര് മറ്റേതെങ്കിലും, അതായത് ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ള മറ്റേതെങ്കിലും കമ്പനിയുടെ പേരുമായിട്ട് സിമിലാരിറ്റി ഉണ്ടെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് നമ്മളോട് ആവശ്യപ്പെടും ഈ പേര് ചേഞ്ച് ചെയ്യാനായിട്ട്. അങ്ങനെ സെൻട്രൽ ഗവൺമെൻറ് ആവശ്യപ്പെട്ട് നമ്മൾ പേര് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അത് ചേഞ്ച് ചെയ്യുന്നതിനും 2 പ്രൊസീജിയറാണുള്ളത്. ഒന്ന് ഒരു ഓർഡിനറി റെസല്യൂഷൻ പാസ്സാക്കുക, രണ്ടാമത്തത് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഒരു പ്രീവിയസ് അപ്രൂവൽ വാങ്ങി വെക്കുക. അപ്പോൾ എന്താണ് ഓർഡിനറി റെസല്യൂഷൻ എന്ന് പറയുന്നത്? അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ ജനറൽ മീറ്റിംഗ് വിളിക്കുമ്പോഴത്തേക്കും ടോട്ടൽ മെമ്പേഴ്സിൻ്റെ 50% എന്ത് ചെയ്യുക, നമ്മളുടെ ഡിസിഷനോട് അനുകൂലിച്ച് വോട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് പറയാം അതൊരു ഓർഡിനറി റെസല്യൂഷൻ എന്ന് പറയാം.
അതായത് ഇപ്പോൾ 1/2 മെജോറിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ അതിനെ നമ്മൾ സിമ്പിൾ മെജോറിറ്റി എന്ന് പറയും. 50%-ൽ കൂടുതൽ ആളുകൾ നമ്മളുമായിട്ട് നമ്മുടെ ഡിസിഷനോട് യോജിച്ചുകൊണ്ട് വോട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കതിനെ ഓർഡിനറി റെസൊല്യൂഷൻ എന്ന് പറയാം. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് നമ്മളോട് ആവശ്യപ്പെട്ടത് കൊണ്ട് നമ്മൾ പേര് ചേഞ്ച് ചെയ്യുവാണെങ്കിൽ 2 പ്രൊസീജിയറാണുള്ളത്. ഒന്ന്, ഒരു ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കുക. രണ്ടാമത്തത്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് എന്ത് മേടിക്കുക, ഒരു പ്രീവിയസ് അപ്രൂവൽ വാങ്ങിക്കുക. The change of name must be communicated to the Registrar of Companies within 30 days of the change. It becomes the duty of the registrar to enter the new name in the Register of Companies and to issue a fresh certificate of incorporation with necessary alteration. നമ്മൾ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും പ്രൊവിഷൻസ് ഉപയോഗിച്ച് നമ്മൾ പേര് മാറ്റിയതിന് ശേഷം രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് 30 ദിവസത്തിനുള്ളിൽ ഈ പേര് മാറ്റിയ വിവരം അറിയിക്കണം. അത് അറിയിച്ചു കഴിഞ്ഞാൽ അത് രജിസ്ട്രാറുടെ ഡ്യൂട്ടിയാണ് ഈ പുതിയ പേര് കമ്പനി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തുകയും ഈ പുതിയ മാറ്റത്തോടു കൂടിയുള്ള ഒരു ഫ്രഷ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ നമുക്ക് ഇഷ്യൂ ചെയ്യുക എന്നുള്ളത്. The change of name become effective on the issue of fresh certificate of incorporation. It may be noted that the change of name does not affect the rights and obligations of the company. It does not affect the pending legal proceedings by or against the company. Such legal proceedings may be continued by its new name. പുതിയ പേര് എന്ന് തൊട്ട് നിലവിൽ വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ മാറ്റങ്ങൾ വരുത്തി, അതായത് പുതിയ പേരോടുകൂടിയുള്ള ഒരു ഫ്രഷ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ നമുക്ക് രജിസ്ട്രാർ ഇഷ്യൂ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും, പിന്നെ ഈ പേര് ചേഞ്ച് ചെയ്തു എന്ന് വിചാരിച്ച് കമ്പനീസിൻ്റെ റൈറ്റ്സിനോ ഓബ്ലിഗേഷൻസിനോ ഒന്നും യാതൊരു ചേഞ്ചും ഇല്ല. അതുപോലെ തന്നെ കമ്പനി ഏതെങ്കിലും ലീഗൽ പ്രൊസീഡിങ്സിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കമ്പനിക്കെതിരായിട്ട് ആരെങ്കിലും ഏതെങ്കിലും ലീഗൽ പ്രൊസീഡിങ്സിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പേര് മാറ്റി എന്ന് കരുതി അതിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല. ഈ ലീഗൽ പ്രൊസീഡിങ്സ് നമുക്ക് പുതിയ പേരോടുകൂടി കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ കമ്പനിയുടെ പേരിൽ ആരെങ്കിലും കേസ് കൊടുത്തു, ആ സമയത്താണ് കമ്പനിയുടെ പേര് ചേഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ കമ്പനി പേര് ചേഞ്ച് ചെയ്തു എന്ന് കരുതി ആ കേസിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധമില്ലെന്ന് പറയാനോ ഒന്നും പറ്റത്തില്ല. ആ ലീഗൽ പ്രൊസീഡിങ്സ് ഒക്കെ അതുപോലെ തന്നെ മുന്നോട്ട് പോകും. പേര് ചേഞ്ച് ചെയ്തു എന്ന് കരുതി അതിന് യാതൊരുവിധ തടസ്സങ്ങളും ഇല്ല. ലീഗൽ പ്രൊസീഡിങ്സ് ഒക്കെ അതുപോലെ തന്നെ മുന്നോട്ട് പോകും. Okay students, this is all for this session. We will continue with the remaining parts in the next video. Thank you for watching. Stay safe at home.